Good morning students. ഇനി നമുക്ക് streamline flow അഥവാ steady flow എന്താണെന്ന് നോക്കാം. The study of the fluid in motion is known as fluid dynamics. അപ്പോൾ streamline flow എന്താണെന്ന് നോക്കാം. The flow of the fluid is said to be steady if at any given point the velocity of each passing fluid particle remains constant in time. അപ്പോൾ സ്റ്റഡി ഫ്ലോ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ട്യൂബ് ഓഫ് ഫ്ലോ എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി നമുക്കൊരു ട്യൂബ് സങ്കല്പിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഒരു ട്യൂബ്. ഈ ട്യൂബിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആകണമെന്നില്ല. ഇതിനൂടെ വളരെ സ്ലോ ആയിട്ട് ഒരു ലിക്വിഡ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു പാർട്ടിക്കിളിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു പാത്തിനെയാണ് ഒരു സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു പാർട്ടിക്കിളിനാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് മറ്റൊരു സ്ട്രീം ലൈൻ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ധാരാളം സ്ട്രീം ലൈനുകൾ വരയ്ക്കാൻ സാധിക്കും. എല്ലാ സ്ട്രീം ലൈനുകളും പരസ്പരം ക്രോസ് ചെയ്യാതെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാനൊരു വളഞ്ഞൊരു സ്ട്രീം ലൈൻ വരയ്ക്കണം. കാരണം ട്യൂബ് വളഞ്ഞതായിരുന്നു. ഈ എ എന്നൊരു പോയിന്റ് നമുക്ക് എടുക്കാം. ഈ എ എന്ന പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു വാട്ടർ മോളിക്യൂൾ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ദിശ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ അതേ മോളിക്യൂളിൻ്റെ ദിശ ഈ ഡയറക്ഷൻ ആയിരിക്കും. അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ഫോളോ ചെയ്യുന്ന മറ്റ് മോളിക്യൂൾസും എ എന്ന പോയിന്റിലെത്തുമ്പോൾ അതിന് ഈ വെലോസിറ്റിയും ബി എന്ന പോയിന്റിലെത്തുമ്പോൾ അതിന് ഈ വെലോസിറ്റിയും ആയിരിക്കും. അതാണ് സ്ട്രീം ലൈൻ ഫ്ലോയിൻ്റെ ഒരു പ്രത്യേകത. So if you draw a tangent to a streamline, that will give the direction of velocity of the particle at that point. പൊതുവെ സ്ട്രീംലൈൻ ഫ്ലോ വളരെ സ്ലോ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. The velocity of the particle, ഇതാണ് ആ പാർട്ടിക്കിൾ നോക്കുക. പാർട്ടിക്കിൾ may change as it move from one point to another. ആ ഒരു വാട്ടർ മോളിക്യൂളിന് പി എന്ന പോയിന്റിലെത്തിപ്പോൾ ഈ ദിശയിലാണെങ്കിൽ അടുത്തൊരു പോയിന്റിൽ വേറെ ദിശയാണ്, അടുത്ത പോയിന്റിൽ വേറെ ദിശയാണ്. അപ്പോൾ സ്ട്രീം ലൈനിലെ ഓരോ പോയിന്റിലും പാർട്ടിക്കിൾ കടന്നു പോകുമ്പോൾ അതിന് ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും. ദ പാത്ത് ടേക്കൺ ബൈ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അണ്ടർ എ സ്റ്റഡി ഫ്ലോ ഈസ് കാൾഡ് സ്ട്രീം ലൈൻ. അപ്പം അങ്ങനെയുള്ള ഒരു സാങ്കല്പികമായ ലൈനെയാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രീം ലൈൻ? വാട്ട് ഈസ് എ സ്ട്രീം ലൈൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഇതാണ് ആൻസർ. സ്ട്രീം ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ്, അതിനെങ്ങനെ നിർവചിക്കാം? എ കർവ് ഹൂസ് ടാൻജൻറ്റ് ഇസ് എ കർവ് ഹൂസ് ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫ്ലൂയിഡ് വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിൻറ്റ്. അത് ഈ ഫിഗർ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ ധാരാളം സ്ട്രീം ലൈൻസ് പോകുന്നുണ്ടാവും. പക്ഷേ നോ ടു സ്ട്രീം ലൈൻസ് ക്യാൻ ക്രോസ്. രണ്ട് സ്ട്രീം ലൈനിൽ പരസ്പരം ക്രോസ് ചെയ്യുന്നില്ല എന്ന് പറയും. കാരണമുണ്ട്. ഫോർ ഇഫ് ദേ ക്രോസ് ദ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ക്യാൻ ഗോ ഐദർ വൺ വേ ഓർ ദി അതർ ആൻഡ് ദ ഫ്ലോ വുഡ് നോട്ട് ബി സ്റ്റഡി. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൽ സ്ട്രീം ലൈൻസ് എല്ലാം പാരലായിരിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കാണാൻ അവിടെ ടാൻജൻറ്റ് വരച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ലൈൻ പോകില്ല. ഒരു സ്ട്രീം ലൈൻ ഇങ്ങനെയും ഒരു സ്ട്രീം ലൈൻ ഇങ്ങനെയും പോകില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മീറ്റിംഗ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നിന്ന് മാറ്റി എടുക്കാം. ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് രണ്ട് രീതിയിൽ ടാൻജൻറ്റ് എടുക്കാം. നമുക്ക് ഇങ്ങനെ ടാൻജൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ടാൻജൻറ്റ് എടുക്കാം. അപ്പോൾ അത് എന്താ അർത്ഥമാക്കുന്നത്? ഇവിടെ ഒരു പാർട്ടിക്കിൾ എത്തുമ്പോൾ അതിന് രണ്ട് വെലോസിറ്റി. അങ്ങനെ സാധ്യമാണോ? ഒരു പാർട്ടിക്കിളിന് എപ്പോഴും ഒരു മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനേ പോകാൻ പറ്റുള്ളൂ, രണ്ട് ഡയറക്ഷനിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം ഈ കൺസെപ്റ്റ് തെറ്റാണ്. എന്തായിരുന്നു കൺസെപ്റ്റ്? രണ്ട് സ്ട്രീം ലൈൻസ് മീറ്റ് ചെയ്യും. അപ്പോൾ ടു ലൈൻസ് വിൽ നോട്ട് മീറ്റ് ഈച്ച് അതർ. എത്രത്തോളം ക്ലോസ് ആയിട്ട് വന്നാലും അവർ അത് ക്ലോസ് ആയിട്ട് തന്നെ പോകുകയുള്ളൂ, പക്ഷേ ഒരിക്കലും അത് ക്രോസ് ഓവർ ചെയ്യില്ല എന്നത് സ്ട്രീം ലൈൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സ്ട്രീം ലൈൻ ഫ്ലോയിൽ നമുക്ക് ചെന്നെത്താവുന്ന ഒരു ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെലോസിറ്റിയും തമ്മിലുണ്ടാക്കുന്ന റിലേഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതിനുവേണ്ടി നമുക്കൊരു സ്ട്രീം ലൈൻ ഫ്ലോ, വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഫ്ലോ, ട്യൂബിൽ കൂടിയുള്ളൊരു ഫ്ലോ ഇമാജിൻ ചെയ്യാം. അതിന് പല ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്നതാണ്. ആക്ച്വലി ഇതൊരു ട്യൂബിൻ്റെ ഒരു പാർട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ട്യൂബ് ഓഫ് ഫ്ലോ നടക്കുന്നത് ഇങ്ങനെയാണ്. ഈ ട്യൂബിലൂടെ വാട്ടർ വരുന്നു. ഈ വാട്ടർ
പിന്നീട് അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുന്നുണ്ട്, പിന്നെ അത് കുറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്യൂബിലൂടെയാണ് വാട്ടർ ഫ്ലോ ചെയ്ത് വീണ്ടും മുമ്പോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് സ്ട്രീം ലൈനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കാം സ്ട്രീം ലൈൻസ് പോകുന്നത്. മറ്റൊന്ന് ഇങ്ങനെ പോകുന്നു, മറ്റൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. പിന്നെ ധാരാളം പാരലൽ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ടോ. നമുക്കിവിടെ സൗകര്യത്തിന് 3 ക്രോസ് സെക്ഷൻ നമുക്ക് സങ്കല്പിക്കുക. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ, ഇവിടെ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയൊരു ഭാഗം, ഇവിടെ മറ്റൊരു ഏരിയ ക്രോസ് സെക്ഷൻ. അങ്ങനെ 3 പോയിന്റുകൾ പി, അതുപോലെ ആർ, അതുപോലെ ക്യൂ. അങ്ങനെ 3 ക്രോസ് സെക്ഷണൽ ഏരിയകളും, അതായത് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് പോയിന്റ് പിക്ക് സെൻറ്റർ ആയിട്ടുള്ള ഏരിയ, പോയിന്റ് ആറിന് സെൻറ്റർ ആയിട്ടുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് ഏരിയ എ ആർ, അതുപോലെ ഈ പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്യൂ. അതുപോലെ ഇവിടെ എത്തുമ്പോൾ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി പി. ഇവിടെ എത്തുമ്പോൾ ഏരിയ കൂടുതലല്ല, അപ്പോൾ വെലോസിറ്റി അല്പം കുറയും. അപ്പോൾ വി ആർ. ഇവിടുത്തെ വെലോസിറ്റി അല്പം ഏരിയ വല്ലാണ്ട് കുറവാണെങ്കിൽ ചീറ്റിപ്പോകും വെള്ളം അല്ലേ, അപ്പോൾ വെലോസിറ്റി കൂടും. അപ്പോൾ വി ക്യൂ. അങ്ങനെ 3 വെലോസിറ്റികളും 3 ഏരിയകളും നമ്മൾ സങ്കല്പിക്കുക. ഇനി നമുക്ക് ഫിഗറിലോട്ട് നോക്കാം. ഇനി നോക്കുക, ഇവിടെ നേരത്തെ പറഞ്ഞ ട്യൂബ് ഓഫ് ഫ്ലോ തന്നെയാണ്. ഇവിടെ 3 ഏരിയ ക്രോസ് സെക്ഷൻ ഉണ്ട്. അവിടുത്തെ ഏരിയാസ് എ പി, എ ആർ ആൻഡ് എ ക്യൂ. അതുപോലെ അവിടെ ഫ്ലൂയിഡ് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി വി പി, വി ആർ ആൻഡ് വി ക്യൂ. നമുക്ക് ആദ്യം ഈ പി എന്ന ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഡെൽറ്റ ടി ടൈമിലൊരു കാര്യം നടക്കുന്നു നോക്കാം. വളരെ ചെറിയൊരു ടൈം ഇൻ്റർവൽ നമ്മൾ എടുക്കുന്നു, സേ 2 മില്ലി സെക്കൻഡ്. ഈ 2 മില്ലി സെക്കൻഡിൽ ഇതിലൂടെ മാത്രം എത്ര മാസ്, എത്ര കിലോഗ്രാം ലിക്വിഡ് കടന്നുപോയി എന്നത് കാണാനായിട്ട് 4 കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഡെൻസിറ്റി റോ ഇൻറ്റു ഏരിയ എ ഇൻറ്റു വെലോസിറ്റി വി ആൻഡ് ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം.